ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഷേക്സ്പിയറുടെ ഒരു കോട്ട് പറയാം. ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ്. ഈ ലോകം ഒരു നാടക കളരിയാണ്. ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ ആർ ആക്ടേഴ്സ്. നമ്മളെല്ലാവരും ഇവിടെ വെറും അഭിനേതാക്കളാണ്. നമുക്ക് തന്നിട്ടുള്ള റോളുകൾ അഭിനയിച്ച് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അല്ലാതെ ആഗ്രഹിച്ച വേഷം അണിയാൻ കഴിയാത്ത നാടകവേദി അങ്ങനൊരു അർത്ഥം ഷേക്സ്പിയർ ഇവിടെ കൊടുക്കുന്നില്ല. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു. ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഓരോ സ്റ്റേജിനും അതിൻ്റെതായ പ്രത്യേകത. നമ്മൾ മലയാളത്തിൽ അറിയാം നമുക്കല്ലേ, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. അതുപോലെ ഇവിടെ 7 സ്റ്റേജസ് വളരെ ഭംഗിയായിട്ടും രസകരമായിട്ടും ഷേക്സ്പിയർ വർണ്ണിക്കുന്നുണ്ട്. ഈ ഓരോ സ്റ്റേജിലും നമുക്ക് ഓരോ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ഹാപ്പിനെസ്, സ്ട്രഗിൾസ്, സഫറിങ്സ് എല്ലാം ഉണ്ട്. അതിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇനി നമ്മൾ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് ആ സ്റ്റേജിൻ്റെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റേജിലേക്ക് മറ്റു സ്റ്റേജിലെ ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യാനും ജഡ്ജ് ചെയ്യാനൊക്കെ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അങ്ങനെ പാടില്ല. ഈ കോണ്ടെക്സ്റ്റിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. പുട്ട് യുവർ ലെഗ്സ് ഇൻ അതേഴ്സ് ഷൂസ്. നമ്മുടെ കാല് മറ്റൊരാളുടെ ഷൂവിൽ നിന്ന് ഇട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, അയ്യോ ദിസ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ മീ, എനിക്കിത് ചേരുന്നില്ല, അയാൾക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോരുത്തരും തങ്ങളുടെ സാഹചര്യങ്ങളിൽ ജീവിക്കുകയും സ്ട്രഗിൾ ചെയ്യുമാണ്. അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാനാവും. ഉദാഹരണത്തിന് പാരൻ്റ് യൂത്ത് അല്ലെങ്കിൽ ടീനേജ് പാരൻ്റ് കോൺഫ്ലിക്റ്റ് അല്ലേ, അവരും പാരൻസായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഭയങ്കരമാണ്. അവരാണെങ്കിലോ നമ്മുടെ ടീനേജിലെ പിള്ളേരാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അവർ ചൈൽഡ്ഹുഡിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, അഡൽട്ട്ഹുഡിൽ എത്തിയില്ല. പിന്നെ ഒരുപാട് സ്ട്രഗിൾസ്, കൺഫ്യൂഷൻസ്, എന്തുവാണ് പിയർ പ്രഷർ, ഐഡൻറ്റിറ്റി ക്രൈസിസ്, ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, കൊഗ്നേറ്റീവ്, സോഷ്യൽ ചേഞ്ചസിലൂടെ എല്ലാം അവർ കടന്നു പോകുമ്പോൾ അവർക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്, അഡാപ്റ്റേഷൻ പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം അവരെ ചേർത്ത് നിർത്തുകയാണ് നമ്മൾ വേണ്ടത്. അതുപോലെയാണ് വാർദ്ധക്യത്തിലുള്ളവരും അടുത്ത ജനറേഷനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മളും ഈ ഏജ് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളും ഇനി ഈ സ്റ്റേജിൽ എത്തും എന്ന് രണ്ട് ഭാഗത്ത് നിൽക്കുന്നവരും ചിന്തിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനാവും. അതിന് നമ്മൾക്ക് വേണ്ടത് ഒരു എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ്. എന്താണ് എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ്? ഇഫ് ഐ വെയർ ഇൻ ഹിസ് പ്ലേസ്, അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാനും സഹാനുഭൂതിയോടുകൂടെ പെരുമാറാനും കഴിയും. ഓക്കെ, ഇന്ന് മുതൽ നമുക്കൊന്നും കൂടെ മനഃപൂർവ്വമായി അതിന് പരിശ്രമിക്കാമോ? ഓക്കെ, താങ്ക് യു.